പല വീടുകളിലും ഇന്ന് ഹോം തിയേറ്റർ ഉള്ള വീടുകളിൽ നിങ്ങൾ നിങ്ങളുടെ ഒളിച്ചു വെച്ചിരിക്കുന്ന സ്പീക്കേഴ്സ്, ഹൈഡായിട്ടിരിക്കുന്ന സ്പീക്കേഴ്സ് തുറന്നു നോക്കിയാൽ അറിയാം. അപ്പോൾ വിൽഫ്രഡ് സാർ ശരിക്കും വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്തൊരു സംഭവമാണ് ഈ ഓറോ 11.1 എന്നുള്ള ആ ഒരു സിസ്റ്റം. ഇവിടെ പല കമ്പനികളും വന്നിട്ട് അറിവില്ലായ്മ ചൂഷണം 100%. അല്ലാതെ ₹1 എന്തെങ്കിലും ചെയ്തിട്ട് അതിനകത്ത് 50 പൈസ ലാഭം എടുത്തിട്ട് പോകുക എന്നുള്ളതല്ല നമ്മുടെ പോയി. ചതിവ് പറ്റി വന്ന ഒരാളാണ് ഓറോയുടെ സ്ഥാപകനായിട്ടുള്ള വിൽഫ്രഡ് സാറും. അദ്ദേഹമായിട്ട് നമുക്ക് നിരന്തരം കോൺടാക്ട്സ് ഉണ്ട്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും തിയേറ്റർ ഏതാണെന്ന് ഇപ്പം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമസ്കാരം, തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു ഹോം തിയേറ്ററിൻ്റെ സ്ക്രീനിലാണ്. നമ്മളിൽ പലർക്കും നമ്മുടെ വീട്ടിലോ ഓഫീസിലോ ഒക്കെ ഒരു ഹോം തിയേറ്റർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. എന്നാൽ പലപ്പോഴും അതിന് സാധിക്കാറില്ല. കാരണം പലതാവാം. ചിലപ്പോൾ ബഡ്ജറ്റിൻ്റെ ഇഷ്യൂസ് ആവാം, അതല്ലെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഹോം തിയേറ്റർ ചെയ്യുന്ന ആളുകളെ കണ്ടെത്താൻ സാധിക്കാത്തതാവാം, അതല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ ആവാം. അപ്പോൾ അതിനൊക്കെയുള്ളൊരു പരിഹാരവുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ കയ്യിലൊരു 1.5 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു 150 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 200 സ്ക്വയർ ഫീറ്റുള്ള ഒരു മുറിയും കൂടി ഇവർക്ക് വിട്ടുകൊടുത്താൽ ഇവരൊരു അടിപൊളി ഹോം തിയേറ്റർ എല്ലാ ബ്രാൻഡഡ് എക്യുപ്മെൻറ്റ്സും വെച്ചിട്ട് ചെയ്തു തരും, അതും വാറൻറ്റിയോട് കൂടിയിട്ട്. അതല്ല നിങ്ങൾക്ക് ഇനി ഒരു പ്രീമിയം ഹോം തിയേറ്ററാണ് വേണ്ടത്, ഒരു 5 ലക്ഷത്തിൻ്റെയോ 10 ലക്ഷത്തിൻ്റെയോ ഒക്കെ ഒരു പ്രീമിയം ഹോം തിയേറ്ററാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും ഇവർ ചെയ്തു തരും. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലത്ത് കാവനാടുള്ള ലൂമിയർ ഹോം സ്ക്രീൻസ് എന്നുള്ള ഒരു സ്ഥാപനത്തിലാണ്. അവരുടെ ഒരു ഡെമോ തിയേറ്ററിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ഒന്നൊന്നായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കൊല്ലം ടൗണിൽ നിന്ന് അല്പം മാറി കാവനാട് സിഗ്നൽ ജംഗ്ഷനിൽ, അതായത് ബൈപ്പാസിൽ നെപ്റ്റ്യൂൺ ടവേഴ്സ് എന്നൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവരുടെ ഓഫീസ് വരുന്നത്. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു മുറി ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്ത് തരും. അതും എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ഉപയോഗിച്ചിട്ട്, അത് വാറൻറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ്, വെൽ നോൺ ബ്രാൻഡ്സിൻ്റേതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീമിയം തിയേറ്റർ അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ചിൽ 3.5 ലക്ഷം 5 ലക്ഷം രൂപയ്ക്കൊക്കെയുള്ള തിയേറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തു തരും. അറ്റ്മോസ് ഇനേബിൾഡ് ആയിട്ടുള്ള ഹോം തിയേറ്ററൊക്കെ ഇവർ ചെയ്യുന്നത് അറൗണ്ട് 3 lakh rupees-നാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ റേറ്റിൽ AC-യും സീറ്റും ഉൾപ്പെടില്ല. ബാക്കി ഇൻറ്റീരിയർ, അതുപോലെ തന്നെ പ്രൊജക്ഷന്, സൗണ്ട്, സ്ക്രീന്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത്. അപ്പോൾ അതാ ഓഫീസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ആ ഇൻട്രോ പറഞ്ഞ നമ്മുടെ ഡെമോ തിയേറ്റർ ഉണ്ടല്ലോ, അത് ഇതിനുള്ളിലാണ് കേട്ടോ. മനോഹരമായ വാൾ പെയിൻറ്റിങ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഓറോ 3D ഓഡിയോ, ഓറോ മാറ്റിക് എന്ന് എഴുതിയിട്ടുള്ളൊരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു ഡെമോ തിയേറ്റർ എന്ന് പറയുന്നത് ഓറോ ഇനേബിൾഡ് ആയിട്ടുള്ളൊരു തിയേറ്ററാണ്. നമ്മൾ ധാരാളം തിയേറ്ററുകളും ഹോം തിയേറ്ററുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ നമുക്കൊരു ഓറോ ഇനേബിൾഡ് ആയിട്ടുള്ള ഹോം തിയേറ്റർ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും വളരെ എക്സൈറ്റഡ് ആണ്. നമുക്ക് അകത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ലൂമിയർ ഹോം സ്ക്രീൻസിലെ ആ ഒരു ഡെമോ തിയേറ്റർ. അതിൻ്റെ ഏറ്റവും ബാക്കിലത്തെ ഒരു സോഫ പോലുള്ള സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു 5 സീറ്റർ ഹോം തിയേറ്റർ ആണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ബെഡ്റൂം ഉണ്ടല്ലോ, ആ ഒരു ബെഡ്റൂമിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു തിയേറ്ററാണ്. ഈ ഒരു തിയേറ്ററിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. അപ്പോൾ ഈ ഒരു ഡെമോ തിയേറ്ററിൻ്റെ പ്രൊജക്ഷൻ വരുന്നത് 4K പ്രൊജക്ഷനാണ്. അത് ഒപ്റ്റോമ എന്ന കമ്പനിയുടെയാണ്. അതുപോലെ തന്നെ സൗണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓറോ 10.1 സൗണ്ട് സിസ്റ്റം ആണ്. അതായത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഓരോ തിയേറ്ററുകളിലൊക്കെ അവിടുത്തെ സൗണ്ട് സിസ്റ്റം ഓറോ 11.1 സൗണ്ട് സിസ്റ്റം ആണ്. അതായത് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെയാണെങ്കിൽ നമ്മുടെ നല്ലില JB സിനിമാസ്, അതുപോലെ തന്നെ ഇവിടുത്തെ ധന്യ തിയേറ്റർ, ഇവിടെയൊക്കെയുള്ള ഓറോ സൗണ്ട് വളരെ ഫേമസ് ആണ്. അത് 11.1 ഓറോ ആണ്. പക്ഷേ ഈ ഒരു ഡെമോ തിയേറ്ററിലേക്ക് വരുമ്പോൾ, അതായത് ഒരു ഹോം സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ അത് ഓറോ 10.1 സൗണ്ട് സിസ്റ്റം ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്പീക്കേഴ്സൊക്കെ വരുന്നത് Q അക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കറുകളാണ്. അപ്പോൾ ഇനി സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 9 അടി വീതിയും അതുപോലെ തന്നെ 5 അടി ഹൈറ്റുമുള്ളൊരു വൈഡ് സ്ക്രീനാണ്. നമ്മൾ തിയേറ്ററിലൊക്കെ കാണുന്ന രീതിയിൽ തന്നെ ഈ സ്ക്രീനിൻ്റെ പിന്നിലാണ് ഇവിടെയും സ്പീക്കേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോഴേ ഈ ഒരു ഡെമോ തിയേറ്ററിൻ്റെയും അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന പുതിയ പ്രൊജക്ട്സിൻ്റെ ഒക്കെ വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ ടെക്നിക്കൽ ഹെഡായിട്ടുള്ള ശ്രീ സെയ്ഫ് നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം. നമസ്കാരം. അവിടെ ഞാൻ നമ്മുടെ ഇൻട്രോയിൽ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു, ഒരു 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 2 ലക്ഷം രൂപയിൽ താഴെ ഉണ്ടെങ്കിൽ ഏകദേശം ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഹോം തിയേറ്റർ ചെയ്യാൻ പറ്റുമെന്ന്. സംഭവം നിങ്ങൾ ആ ഒരു ബഡ്ജറ്റിൽ ചെയ്തു കൊടുക്കുമോ? തീർച്ചയായിട്ടും. അത് കേരളത്തിൽ എവിടെയാണെങ്കിലും ചെയ്യാം. കേരളത്തിൽ എവിടെയാണെങ്കിലും ചെയ്യും. പിന്നെ അതിൽ നമ്മളായിട്ട് ഒരു പ്രീ ഫിക്സഡ് ആയിട്ടുള്ള കുറച്ച് പിന്നെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അതിൽ നമ്മൾ കൊടുക്കുന്നത്. എന്തൊക്കെയാണ് അതിൽ നമുക്കിപ്പോൾ ഫുൾ HD പ്രൊജക്ടർ ഉണ്ട്, സ്ക്രീൻ വരുന്നുണ്ട്,
പിന്നെ അതുപോലെ തന്നെ ഒരു സൗണ്ട് സിസ്റ്റം, അതിൻ്റെ സ്പീക്കേഴ്സും. സൗണ്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് AVR എന്ന് പറയും. അല്ല, ഞാൻ ചോദിച്ചത് 5.1 സൗണ്ട് ആണ് നമ്മൾ 5.1 സൗണ്ടിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അറ്റ്മോസിലോട്ട് പോകാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 4.5-ൻ്റെ അബവ് പോകാണ് നമുക്ക് കുറച്ചുകൂടെ കസ്റ്റമൈസ് ആയിട്ടുള്ള തിയേറ്ററും കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഡെമോ തിയേറ്റർ ഉണ്ടല്ലോ, ഈ ഒരു ഡെമോ തിയേറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് പറഞ്ഞു തരുമോ? ഇവിടെ ഞങ്ങളിപ്പോൾ ഈ ഒരു ഡെമോ തിയേറ്റർ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏതൊരാളും വരുമ്പോൾ ഒരു ചെറിയ റൂമിൻ്റെ ഒരു സ്പേസ് ആയിട്ടായിരിക്കും നമ്മളടുത്ത് വരിക. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഇങ്ങനെ റൂമിൽ ഇതുപോലെ സ്ക്രീൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ സ്പേസിൽ ഞങ്ങൾ ഈ 120 ഇഞ്ച് സ്ക്രീനൊക്കെ വെച്ചിട്ട് ഈ ഡെമോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന സൗണ്ട് ഫോർമാറ്റ് എന്ന് വെച്ചാൽ ഓറോ 3Dയുടെ 10.1 കോൺഫിഗറേഷനാണ്. എന്ന് വെച്ചാൽ 10 സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ഒരു സബ് വൂഫർ വരുന്നുണ്ട്. ഇതാണ് ഇവിടെ യൂസ് ചെയ്ത സൗണ്ട് ഫോർമാറ്റ്. ഇതേ റൂമിലൊക്കെ നമ്മൾ പൊതുവേ ചിലർ എടുക്കുന്നത് വെച്ചാൽ ഡോൾബി അറ്റ്മോസിലോട്ട് പോകാം. പിന്നെ ബഡ്ജറ്റ് അനുസരിച്ചാണ് നമ്മൾ പിന്നെ ഓറോ 3Dയിലോട്ടൊക്കെ മാറുന്നത്. പിന്നെ ഈ ഒരു ഡെമോ തിയേറ്ററിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എക്യുപ്മെൻറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടെ പ്രൊജക്ടർ 4K ആണ് ഒപ്റ്റോമേഡ്. പിന്നെ ഇതിൽ നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് വേറെ ബ്രാൻഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഒട്ടുമിക്ക ബ്രാൻഡുകളും ഇമ്പോർട്ടഡ് ആണ്. നമ്മൾ തിയേറ്ററിലോട്ട് യൂസ് ചെയ്യുന്ന സ്പീക്കർ ആണെങ്കിലും AVR ആണെങ്കിലും എല്ലാം ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ്. അപ്പം ഇതിൽ തന്നെ പ്രൊജക്ടർ ആണെങ്കിൽ എപ്സൺ ഉണ്ട്, അതുപോലെ ബെൻക്യൂ, പാനാസോണിക്, സോണി, JVC, അങ്ങനെ ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ സ്പീക്കർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന ഓരോ പ്രൊജക്റ്റിലും നമുക്ക് മൾട്ടിപ്പിൾ ലെവലിലുള്ള അതേ പ്രൈസ് റേഞ്ചിലുള്ള സ്പീക്കേഴ്സും വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന UK ബ്രാൻഡായിട്ടുള്ള Q അക്കോസ്റ്റിക്സ് ആണ്. അപ്പോൾ പിന്നെ ഇവിടുത്തെ AVRനെ പറ്റി പറയുകയാണെങ്കിൽ ഡനാൻ്റെ 47 ആണ്. ഇതെന്താ കുറച്ച് നേരത്തെയുള്ള മോഡലാണ്. ഇപ്പം ഇതിൻ്റെ 4800 എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് മോഡലുണ്ട്. ഇതുപോലെ തന്നെ ഇതിൽ തന്നെ മറയൻസിൻ്റെതും അതുപോലെ തന്നെ ഓങ്കിയോ, പയനിയർ, പിന്നെ ആന്തം, അങ്ങനെ ഒത്തിരി AVRും ബ്രാൻഡുകളിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ തിയേറ്ററിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എക്യുപ്മെൻറ്റ്സുകൾ. അപ്പോൾ ശരിക്കും ഒരു 1.5 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു തിയേറ്റർ വീട്ടിൽ സെറ്റ് ചെയ്യാന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഒരു ഒരു ആശ്വാസം നൽകുന്ന വാർത്ത എന്നൊക്കെ പറയാൻ പറ്റും. കാരണം എൻ്റെയൊക്കെ അറിവിൽ ഒരു 5 ലക്ഷം രൂപയൊക്കെ മിനിമം ഉണ്ടെങ്കിൽ നമുക്കിതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും എന്തായാലും ഈ ഒരു ബഡ്ജറ്റിൽ ചെയ്യാന്നുള്ളത് വളരെ ഒരു ആശ്വാസമുള്ള കാര്യമാണ്. ഇതിപ്പം നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് അല്ലാതെ പിന്നെ നമുക്ക് ഒരു പ്രീമിയം ലെവലിലോട്ട് പോകണമെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള സ്പെക്കുകളും എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ നമ്മൾ തൊട്ടടുത്താണെങ്കിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള പല കേസിൽ നമുക്ക് അങ്ങനെ വരാറുണ്ട്. ഇപ്പം ഡോറിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ പ്രശ്നം ഒരു ഇഷ്യൂസൊക്കെ പറയാറുണ്ട്. ഓൾറെഡി കൺസ്ട്രക്ഷന് ശേഷം വരുന്നെങ്കിലുള്ള പ്രശ്നങ്ങൾ. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പല കാര്യങ്ങളും ഓവർകം ചെയ്തൊരു മനോഹര തിയേറ്റർ ഉണ്ട്. നമുക്കിതിനെക്കാട്ടും കുറച്ചുകൂടെ എന്താ പറയുക ലെങ്ത് ഒക്കെ ഉള്ള ഒരു തിയേറ്റർ, വലിയ തിയേറ്റർ. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നോക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വീട്ടിൽ പോയിട്ട് അവിടെ ഇവർ ചലഞ്ചിങ് ആയിട്ട് ചെയ്ത തിയേറ്റർ എന്താണെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കുറേയധികം ചലഞ്ചസ് ഉണ്ടായിട്ടും അത്യധികം മനോഹരമായിട്ട് പൂർത്തിയാക്കിയ ഒരു ഹോം തിയേറ്റർ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹോം തിയേറ്റർ ആക്ച്വലി ഓറോ 10.1 ആണ്, അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ആണ്. രണ്ടും ഇൻഡിവിജ്വലായിട്ട് ചാനൽ കൊടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹോം തിയേറ്റർ കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ ഉടമസ്ഥനും അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ശ്രീ അശോക് സാറിൻ്റെ കൂടെ ഉണ്ട്. സാർ നമസ്കാരം. അപ്പോഴേ മറ്റൊരു സർപ്രൈസ് കൂടെ ഉണ്ട് കേട്ടോ. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അശോക് സാറിൻ്റെ കൂടെ ഉടമസ്ഥതയിലുള്ളതാണ് നമ്മുടെ ഒരു ലുമിയർ ഹോം സ്ക്രീൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഹോം തിയേറ്റർ ബ്രാൻഡ് റൺ ചെയ്യുന്ന ആളുടെ വീട്ടിലൊരു ഹോം തിയേറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ സാധിക്കുമല്ലോ ഇവിടുത്തെ ഒരു ക്വാളിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ സാറേ, എങ്ങനെയാണ് ഈ ഒരു ഹോം തിയേറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നത്? ഞാൻ 2011 ഈ വീട് വെക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഹോം തിയേറ്റർ അല്ലെങ്കിൽ വീട്ടിൽ സിനിമ കാണാൻ ഒരു ഫെസിലിറ്റി വേണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്കിതിനെക്കുറിച്ച് വലിയ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ സമയത്ത് നമ്മുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ഒരു റൂമോ ഹോം തിയേറ്റർ കൺവെർട്ട് ചെയ്യണം എന്ന് കരുതി ഞങ്ങൾ ഇതിനകത്ത് ഒരു പ്രൊജക്ടർ, ഒരു 5.1 ബ്ലൂറേ പ്ലെയർ, അതെല്ലാം ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നു. അത് ഇമ്പോർട്ട് ചെയ്തത്. അന്ന് 5.1 DTS ആ ഒരു ഓഡിയോ ഫോർമാറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ ഈ 2011 ഈ തിയേറ്റർ ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ വിചാരിച്ചു ഒരു തിയേറ്ററിക് ഫീലുള്ള ഒരു തിയേറ്റർ വേണമെന്ന്. അങ്ങനെ അക്കോസ്റ്റിക്സ് ചെയ്യാനായിട്ട്
ഞാനൊരു കമ്പനി ഏൽപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്പീക്കേഴ്സ് ഒന്നും പോരാ, പുതിയ സ്പീക്കേഴ്സ് വേണം എന്ന് പറഞ്ഞു. എല്ലാം ഹൈഡ് ചെയ്ത് വെറൈറ്റി ആയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞതിന് ശേഷം ഹൈടെക് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സൈഡിലായിരുന്നു സ്ക്രീൻ, ഇവിടെ 2 സൈഡിൽ വാതിലുള്ള റൂമാണ്. അപ്പോൾ പുള്ളി അവിടെ തന്നെ സ്ക്രീൻ വെച്ചിട്ട് ഈ തിയേറ്റർ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്പീക്കേഴ്സ്, ഞങ്ങളുടെ കമ്പനിയുടെ പേരിലുള്ള സ്പീക്കേഴ്സാണുള്ളത്, അത് തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോഴൊന്നും നമ്മൾ ഈ ബിസിനസ്സിൽ ഇറങ്ങണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ പുള്ളി പണി കഴിഞ്ഞതിന് ശേഷം ഈ സ്പീക്കറിനെ പറ്റി എൻ്റെ അച്ഛനൊരു സംശയം, അത്ര പോരാ, ഇതിനെന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഈ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പീക്കർ അഴിച്ചു നോക്കണമെന്ന് തോന്നി. എനിക്ക് തോന്നിയതൊന്ന് നോക്കണം എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കൊച്ചിയിൽ കിട്ടുന്ന അവാർഡെന്ന് പറഞ്ഞിട്ടുള്ള 300 രൂപയുടെ സ്പീക്കറാണ്. ഒരു സ്പീക്കറിന് 30,000 രൂപ, ജസ്റ്റ് ഒരു 2 പൂജ്യം കൂട്ടിയിട്ട് പുള്ളി നമ്മുടെ നിന്ന് മേടിച്ചത്. അപ്പോൾ എനിക്ക് അന്നേരം ഒരു വാശിയായി, ഇത് എന്താണ് ഇങ്ങനെയാണോ ഇത് ബിസിനസ്? അപ്പോൾ പല സ്ഥലങ്ങളിലും പുള്ളി ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പല വീടുകളിലും ഇന്ന് ഹോം തിയേറ്റർ ഉള്ള വീടുകളിൽ നിങ്ങളുടെ ഒളിച്ചു വെച്ചിരിക്കുന്ന സ്പീക്കേഴ്സ്, ഹൈഡായിട്ടിരിക്കുന്ന സ്പീക്കേഴ്സ് തുറന്നു നോക്കിയാൽ അറിയാം ആ സ്പീക്കേഴ്സ് എന്താണെന്ന്. അതുപോലെ തന്നെ ആ സ്പീക്കേഴ്സിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഷെൽസ് പണിയാൻ യൂസ് ചെയ്തിട്ടുള്ള പ്ലൈവുഡ് അത് എന്ത് ടൈപ്പാണെന്നുള്ളതും നിങ്ങൾ നോക്കണം. അപ്പം ഞാൻ ഇങ്ങനൊരു ഭയങ്കര ചതിവ് പറ്റിയപ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ഭയങ്കര ഒരു വിഷമമായി. അതായത് നമ്മൾക്ക് ഇതിനോട് താല്പര്യമുണ്ട്, നമ്മൾ ഇത് ചെയ്തതിന് ശേഷം ഇത്രയും വലിയൊരു അബദ്ധം നമുക്ക് പറ്റുക എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു വാശിയായി സ്വാഭാവികമായിട്ടും. അപ്പം നമ്മളിതിനെക്കുറിച്ച് പഠിക്കണം, എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെ ഇത് ചെയ്യാം. അങ്ങനെ വിശദമായിട്ട് പഠിച്ച് വളരെ സമയമെടുത്ത് വൃത്തിയായിട്ട് മനസ്സിലാക്കിയാണ് നമ്മൾ ഇത് ചെയ്തപ്പോൾ നമുക്ക് തോന്നി ഇത് വൃത്തിയായിട്ട് മറ്റുള്ള ആൾക്കാർക്കും ഇത് കിട്ടണം. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഇവിടെ പല കമ്പനികളും വന്നിട്ട് 100% പല കമ്പനികളും ഇവിടെ തിയേറ്റർ ചെയ്യുന്നുണ്ട്. തിയേറ്റർ ചെയ്തിട്ടുള്ള ഓരോ വീടുകളിലും അതാത് ഉടമസ്ഥൻ കൃത്യമായിട്ട് ഇത് ചെയ്യുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് മനസ്സിലാക്കണം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഇതിനകത്ത് എന്ത് ടൈപ്പ് ഫോമാണ് യൂസ് ചെയ്യുന്നത്, ഇതിനകത്ത് എന്താണ് പ്ലൈവുഡ്, ഏത് ക്വാളിറ്റിയിലുള്ള പ്ലൈവുഡാണ് യൂസ് ചെയ്യുന്നത്, എന്ത് സ്പീക്കേഴ്സാണ് വെക്കുന്നത്, ഇവർ പറയുന്നതാണോ വെക്കുന്നത്. കാരണം എനിക്കൊരു ചതിവിൽ കൂടി ഞാൻ ഈ ബിസിനസ്സിൽ ചതിവ് പറ്റി വന്ന ഒരാളാണ്. അപ്പം നമ്മളത് ചെയ്യുമ്പോൾ അത് കൃത്യവും വ്യക്തവുമായി നോക്കി നാളെ ഒരാൾക്കിത് പറ്റരുത് എന്നുള്ളത് കൊണ്ട് നമ്മളത് ആ ഒരു ആത്മാർത്ഥതയോടെ മാത്രമേ നമ്മളൊരു വർക്ക് ചെയ്യുള്ളൂ. അതാണ് എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു പണ്ടൊരു ചതിവ് പറ്റി, ആ ഒരു ചതിവിൽ നിന്ന് ഒരു വാശിപ്പുറത്ത് തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ LHS എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു കുറേയധികം ചതിവിനെ പറ്റി പറഞ്ഞല്ലോ, ഇങ്ങനെ ആളുകൾ പറ്റിക്കപ്പെടുന്ന അല്ലെങ്കിൽ അറിവില്ലായ്മനെ ചൂഷണം ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ അതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിവില്ലാത്ത ബ്രാൻഡിൽ അല്ലെങ്കിൽ ലോക്കൽ ബ്രാൻഡ് സ്പീക്കറുകൾ ഹൈഡ് ചെയ്ത് നമ്മൾക്ക് തരാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം, ഒരു കമ്പനിയെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പം ഞങ്ങളുടെ കമ്പനി ചെയ്യണമെന്നല്ല ഞങ്ങൾ പറയാം, പക്ഷെ നിങ്ങൾ അവെയർ ആയിരിക്കണം. ഓരോ വ്യക്തികളും അവനവൻ്റെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അതും പാഷൻ്റെ പുറത്തും മാത്രം. ഈ പാഷൻ്റെ പുറത്തോ അല്ലെങ്കിൽ ആഗ്രഹത്തിൻ്റെ പുറത്തോ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വാതിലാക്കി നമ്മളിതിനെ വെക്കരുത്. നമ്മളിത് മുടക്കുന്ന 1 രൂപയാണ്, ആ 1 രൂപയ്ക്ക് അതിനകത്ത് മൂല്യം ഉണ്ടോ എന്ന് ഓരോ വ്യക്തികളും കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി പഠിച്ച് ചെയ്യുക, വിശ്വാസമുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏറ്റവും ടോപ്പ് ബ്രാൻഡ് അല്ല, ഒരു മീഡിയം സൈസ് ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് അവരെ പറഞ്ഞു കൊടുക്കുക. അതെ, തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ കയ്യിൽ 1 രൂപയുള്ളെങ്കിൽ നമ്മൾ ആ 1 രൂപയ്ക്ക് എന്ത് വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ പോയിന്റ്. അല്ലാതെ 1 രൂപയ്ക്ക് എന്തെങ്കിലും ചെയ്തിട്ട് അതിനകത്ത് 50 പൈസ ലാഭം എടുത്തിട്ട് പോകുക എന്നുള്ളതല്ല നമ്മുടെ പോയിന്റ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ പറയാനാണ് വന്നതെങ്കിലും ഈ ഒരു ഹോം തിയേറ്റർ മേഖലയിൽ, അതായത് ആളുകളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് പറ്റിക്കപ്പെടുന്നത് എത്രത്തോളമാണെന്ന് ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഹോം തിയേറ്റർ ഇപ്പോൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ബ്രാൻഡുകളൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. കാരണം ഒന്നും ഹൈഡ് ചെയ്ത് വെച്ച് ചെയ്യേണ്ട ഒരു സംഗതിയില്ല, നമുക്കിതെല്ലാം ക്രോസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങളുടെ ഡെമോ തിയേറ്റർ ചെയ്തു, അതുപോലെ സാറിൻ്റെ വീട്ടിലെ തിയേറ്റർ ചെയ്തു. ഈ 2 തിയേറ്ററുകളും ഓരോ 10.1 ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഓറോ എന്ന സിസ്റ്റത്തിന്റെ പിറകെ നിങ്ങൾ ഈ LHS എന്ന് പറയുന്ന ബ്രാൻഡിങ്ങിനെ പോകുന്നത്? LHS എന്ന് പറയുന്ന ഒരു കമ്പനി ഓറോ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഓറോയുടെ സ്ഥാപകനായിട്ടുള്ള വിൽഫ്രഡ് സാറും അദ്ദേഹമായിട്ട് നമുക്ക് നിരന്തരം കോൺടാക്ട്സ് ഉണ്ട്. ഈ തിയേറ്റർ ഡിസൈൻ ചെയ്തത് പുള്ളിയാണ്. ഞാൻ പുള്ളിയായിട്ടുള്ള വാട്സപ്പ് ചാറ്റും ഡീറ്റെയിൽസും ഒക്കെ ഇവരെ കാണിച്ചിട്ടുണ്ട്. ഈ തിയേറ്റർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം വളരെ നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. നമ്മൾ ഇതിൻ്റെ വിഷ്വൽസ് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും അദ്ദേഹം നമുക്ക് റിപ്ലൈ ചെയ്യുകയും ചെയ്തു. ഇനി LHS എന്തുകൊണ്ട് ഓറോയുടെ പുറകെ പോകുന്നു പറഞ്ഞാൽ, LHS ഓറോ മാത്രമല്ല,
മാത്രമല്ല ചെയ്യുന്നത്, LHS ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫോർമാറ്റും LHS ഇവിടെ ചെയ്യുന്നുണ്ട്. DTS ചെയ്യുന്നുണ്ട്, ഡോൾബി അറ്റ്മോസ് ചെയ്യുന്നുണ്ട്, ഓറോ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഓറോ എന്ന് പറയുന്ന ഫോർമാറ്റ് നമുക്കൊരു ഇമ്മേഴ്സീവ് ഫീൽ തരുന്നുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്ക് അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫോർമാറ്റാണത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ വാല്യൂ ഫോർ മണി, നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് വാല്യൂ കിട്ടുന്ന ഒരു ഫോർമാറ്റാണ്. അപ്പം ചില ആൾക്കാർ തർക്കത്തിനായിട്ട് പറയും അത് പുതിയ ഫോർമാറ്റ് വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ. അപ്പം നിങ്ങൾ 5.1 കണ്ടൻ്റ് ആണെങ്കിലും അറ്റ്മോസ് കണ്ടൻ്റ് ആണെങ്കിലും നിങ്ങൾ രണ്ടും കമ്പയർ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ 2 ഇൻഡിവിജ്വൽ ലേഔട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമറിന് ഏത് ഫോർമാറ്റും കൊടുക്കുക ഒന്നാമത്തെ കാര്യം, 2 ആ കേൾക്കുന്നതിൻ്റെ മാക്സിമം എഫക്റ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓറോ ആണ് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നിയത് കൊണ്ടും ഇദ്ദേഹം ആയിട്ട് നമുക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ്, അതായത് വിൽഫ്രെഡുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ളത് കൊണ്ടുമാണ് LHS അത് ഫോക്കസ് ചെയ്യുന്നത്. കാര്യം ഇപ്പം ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഹെൽപ്പിനും അദ്ദേഹം ഉണ്ട്. ഒരു ജസ്റ്റ് ഒരു വാട്സപ്പ് ക്വസ്റ്റ്യൻ്റെ വെളിപ്പാടകലെ അദ്ദേഹം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനും അദ്ദേഹം അത്രയും വലിയൊരു സപ്പോർട്ടാണ് തരുന്നത്. അപ്പോൾ വിൽഫ്രഡ് സാർ ശരിക്കും വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്തൊരു സംഭവമാണ് ഈ ഓറോ 11.1 എന്നുള്ള ആ ഒരു സിസ്റ്റം. നിങ്ങളൊരു LHS എന്നുള്ളൊരു കമ്പനി ഇപ്പോൾ വളരെ അഫോർഡബിൾ ആയ റേറ്റിൽ, അതായത് 1.5 lakhs തൊട്ട് മുകളിലേക്ക് എത്ര വേണമെങ്കിലും അങ്ങനെ ഹോം തിയേറ്റേഴ്സ് ചെയ്യുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ ഒരു 1.5 lakh എന്നുള്ളൊരു പാക്കേജിൽ നമുക്കൊരു ഹോം തിയേറ്റർ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്? അതൊരു ബേസിക് പാക്കേജാണ്. ആ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു പാക്കേജ്. ഒരു സാധാരണക്കാരന് അയാളുടെ വീട്ടിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊണ്ടുവരിക എന്നുള്ളൊരു ബേസിക് പാക്കേജ്, ആ ബേസിക് തോട്ടിൽ നിന്നാണ് അതുണ്ടായത്. അപ്പോൾ അത് നമ്മൾ 1.5 lakhs മാത്രമല്ല, 1.5, 2.5, 3.5 അങ്ങനെ ഒരു 3-4 പാക്കേജസ് ഞങ്ങൾക്കുണ്ട്. ഈ പാക്കേജ് എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു TV വാങ്ങുന്ന പോലെ ഒരു ഫിക്സഡ് എമൗണ്ടിൽ വളരെ ക്വാളിറ്റിയിൽ അവർക്ക് വേറെ ഒരു എക്സ്ട്രാ ₹1 പോലും, അതായത് ആ റൂം ഡയമെൻഷൻ അല്ല, നമ്മൾ പറയുന്ന റൂം സൈസിലാണെങ്കിൽ എക്സ്ട്രാ ₹1 പോലും ചിലവാക്കാതെ ഒരു ഫിക്സഡ് ചാർജിൽ അവർക്ക് ഒരു തിയേറ്റർ ആംബിയൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ കമ്പനി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് വരും? അതായത് അത് നമ്മുടെ ഈ പാക്കേജ് ബേസ് ചെയ്തിട്ടുള്ള പ്രൈസിങ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് കൊടുക്കുക. ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം പക്ക ബ്രാൻഡഡ് ആയിട്ടുള്ള, ഇപ്പം പോൾക്ക് അല്ലെങ്കിൽ ടാഗ അങ്ങനെയൊക്കെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സും അതുപോലെ തന്നെ ബ്രാൻഡഡ് പ്രൊജക്ടേഴ്സ്. പല ആൾക്കാരും ഇവിടെ ആമസോണിൽ നിന്ന് 2500-നും 3000 രൂപയ്ക്കും പ്രൊജക്ടർ വാങ്ങിയിട്ട് അത് വളരെ ഉദാത്തമായി, അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, അത് ആ റേഞ്ചിൽ അത് ഓക്കെ. പക്ഷെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ടീം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സാധനം ഒരു മിനിമം ബഡ്ജറ്റിൽ ചെയ്യുന്നു. അതിൻ്റെ ക്വാളിറ്റി, അത് LHS തരുന്ന അഷ്വേർഡ് ക്വാളിറ്റി, ആ കമ്പനി തരുന്ന അഷ്വേർഡ് ക്വാളിറ്റി അതിനുണ്ടാകും. അത് വേറൊരാൾ വന്നിട്ട് വളരെ നിസ്സാര വിലയ്ക്ക് എന്തോ ചെയ്തു വെച്ചിട്ട് പോകുന്നതിനെക്കാട്ടിലും സർവീസും ജെനുവിനിറ്റിയും ഓതൻറ്റിസിറ്റിയും നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് ഞങ്ങൾ ഇതുവരെ ചെയ്ത തിയേറ്റേഴ്സിൻ്റെ കസ്റ്റമേഴ്സാണ് ഇത്രയും വർഷമായിട്ട്. സാറ് പറയുന്നത് കേട്ടാൽ തന്നെ അറിയാം, വളരെ കോൺഫിഡൻറ്റോട് കൂടിയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി എന്നാൽ ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, നമ്മളൊരു 1.5 lakhിൻ്റെ ഒരു ഹോം തിയേറ്റർ വളരെ ബേസിക് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതിൽ നമ്മൾ ഒരു കസ്റ്റമർ സൈഡിൽ നിന്ന് നമ്മൾ എന്തൊക്കെ എക്സ്ട്രാ മേടിക്കണം? സീറ്റും AC എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷനിലാണ്. സീറ്റും ACയും എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് അത് ഓപ്ഷനിലാണ്. നമ്മളെ സംബന്ധിച്ച് തിയേറ്റർ ഫങ്ഷൻ ചെയ്യിപ്പിച്ച് അതിന് വേണ്ട സ്ക്രീൻ, AVR, സ്പീക്കേഴ്സ്, കേബിൾസ്, ലൈറ്റിങ്സ് എന്ന് വേണ്ട അതിൻ്റെ അക്വസ്റ്റിക് പാനൽസ്, അതിന് യൂസ് ചെയ്യുന്ന മിനിമൽ പാനൽസ് ഉൾപ്പെടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടായിരിക്കും പോകും. അത് കേരളത്തിൽ എവിടെയാണെങ്കിലും കാസർഗോഡാണെങ്കിലും കന്യാകുമാരി ആണെങ്കിലും ഇനി കേരളത്തിന് പുറത്താണെങ്കിലും നമ്മൾ ആ റേറ്റിന് ചെയ്യും. അപ്പോൾ ഇത് ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള ഇഷ്യൂസ് അതെല്ലാം ഞങ്ങളുടെ റിസ്ക് ആണ്. അത് ഞങ്ങൾ അതിനെ അഫോർഡ് ചെയ്തിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി ധൈര്യമായിട്ട് നിങ്ങൾക്കൊരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. ഈ ഒരു ഹോം തിയേറ്ററിൽ ഓരോ കണ്ടൻറ്റും അതുപോലെ തന്നെ അറ്റ്മോസ് കണ്ടൻറ്റും നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കുന്നുള്ളത്. അതും രണ്ടും അതിൻ്റെ ഇൻഡിവിജ്വൽ ചാനൽസ് വഴിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. എന്താണ് ഓറോയുടെ പ്രത്യേകത എന്ന് ഞാൻ ജസ്റ്റ് എനിക്കറിയാവുന്ന രീതിയിലൊന്ന് പറഞ്ഞുതരാം. ഇതിൽ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമൻറ്റിൽ പറയാം കേട്ടോ. ഇത് ശരിക്കും നമ്മൾ ഓറോയിലെ ആ ഒരു ലേഔട്ടാണ്. ഇവിടെ ശരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ 3 സ്പീക്കറുകൾ കാണാൻ സാധിക്കും. അതായത് ഒന്ന് ഓവർഹെഡ് സ്പീക്കർ, ഒന്ന് സൈഡ് വാളിൽ ടോപ്പിലായിട്ടൊരു സ്പീക്കർ, പിന്നെ സൈഡ് വാളിൽ ആ ഒരു മിഡിൽ പോർഷനിലായിട്ടൊരു സ്പീക്കർ. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക.
ലഭിക്കുക. അപ്പോൾ ഒരു ഫ്ലൈറ്റ് റൺവേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അല്ലെ പറന്ന് പൊങ്ങുന്ന സമയത്തെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ലഭിക്കുക ഈ ഒരു സ്പീക്കറിൽ നിന്നായിരിക്കും. അതായത് സൈഡ് വളരെ താഴെയുള്ള സ്പീക്കർ. പിന്നീട് അത് ആ ഒരു റൺവേയിൽ നിന്ന് പറന്നു പൊങ്ങി എന്നാൽ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടില്ല, അതിനിടയിലുള്ളൊരു സൗണ്ട് ചേഞ്ച് ഇല്ലേ, ആ ഒരു ചേഞ്ചൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ടോപ്പിലുള്ള സൈഡിലെ സ്പീക്കറിൽ നിന്നായിരിക്കും. പിന്നെ അത് നോർമലി നമ്മൾ എപ്പോഴും കേൾക്കുന്ന രീതിയിൽ ഫ്ലൈറ്റ് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് പോകുന്ന ആ ഒരു സൗണ്ട് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ഓവർ ഹെഡ് സ്പീക്കറിൽ നിന്നായിരിക്കും. ഇതാണ് ഓറോ 11.1 അല്ലെങ്കിൽ ഓറോ കണ്ടൻറ്റിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അവരുടെ ഹോം തിയേറ്ററിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഓറോ 10.1 എന്ന് പറയുന്നത്. ഇപ്പോൾ അറ്റ്മോസിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും ഈ ഒരു ഭാഗം എംപ്റ്റി ആയിരിക്കും. അതായത് നമുക്ക് ഈ ഒരു സ്പീക്കർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓവർ ഹെഡ് സ്പീക്കറാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഒരു ചെറിയ വ്യത്യാസം, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു തിയേറ്ററിൻ്റെ കൂടുതൽ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് മുന്നേ പറഞ്ഞു തന്ന സേഫ് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ഓറോ 3D ആണ് മെയിനായിട്ടുള്ള സ്പീക്കർ ലേഔട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ സ്പീക്കറിൻ്റെ ബ്രാൻഡിൽ വ്യത്യാസമുണ്ട്, കെഫാണ് ഇവിടെ ടോട്ടലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ AVRൻ്റെ വേറെ പ്രീസെറ്റിൽ നമ്മൾ ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു സെപ്പറേറ്റ് ലൈനോട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്പീക്കേഴ്സാണ് ഇത് ബാക്കിൽ കാണുന്ന ബാക്ക് സറൗണ്ടും അതുപോലെ തന്നെ അറ്റ്മോസിന് സെപ്പറേറ്റ് വേറെ സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു സെക്കൻഡ് ഡെമോ ആയിട്ട് തന്നെ ആളുകൾക്ക് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഈ തിയേറ്റർ ചെയ്തത്. അപ്പോൾ നേരത്തെ കണ്ട നമ്മുടെ ഓഫീസിലെ ഡെമോനേക്കാളും കുറച്ചുകൂടെ നീളവും പിന്നെ ഫ്രണ്ടിൽ വെച്ചാൽ നോർമൽ മോട്ടറൈസ്ഡ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ രാജകീയമായിട്ട് വീട്ടിലിരുന്ന് ഹോം തിയേറ്ററിൽ ഒരു സിനിമ കാണുന്നത് ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവരെ വിളിക്കാം. ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതും നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഡിസൈനിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു ബഡ്ജറ്റിൽ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.